ടേസ്റ്റ് ആൻഡ് മെമ്മറീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുതിര വെച്ചിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള 2 റെസിപ്പീസ് ആയിട്ടാണ്. ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് മുതിര എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഈ മുതിര റോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ 3-4 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തിട്ട് മുതിര റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് റോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് 4 മിനിറ്റ് ആയിട്ടുണ്ട്. മുതിര നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇത്രയും മതി. ഇപ്പോൾ ഇത് നല്ല ചൂടാണ്. ചൂടൊന്ന് കുറഞ്ഞു കഴിയുമ്പോൾ ഈ മുതിര 2-3 വെള്ളത്തിൽ നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്ത മുതിര കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. 1 മണിക്കൂറാണ് മുതിര കുതിർക്കാനായിട്ട് വെച്ചത്. ഇപ്പൊ മുതിര പാകത്തിന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഈ മുതിര കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ മുതിര കുതിർത്ത് വെച്ച വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം എടുത്തിട്ടില്ല. ആ വെള്ളം കളഞ്ഞ ശേഷം മുതിര കുക്കറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ 3 കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് മുതിര വേവിച്ചെടുക്കണം. കുക്കർ അടയ്ക്കുകയാണ്. ഇനി മീഡിയം ഫ്ലെയിമിൽ 7-8 വിസിൽ വരുത്തിയിട്ട് വേണം മുതിര വേവിച്ചെടുക്കാനായിട്ട്. ഇനി വേണ്ടത് വാളൻപുളിയാണ്. ഇതുപോലെ ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള വാളൻപുളി എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വാളൻപുളി ഒന്ന് സോക്ക് ചെയ്തെടുക്കണം. ഇനി മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ജാറിലോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ചേർക്കേണ്ടത് ജീരകമാണ്, നല്ല ജീരകം 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്തെടുത്ത മുതിരയുണ്ടല്ലോ, അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ മുതിര ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ മുതിര കഴുകി ക്ലീൻ ചെയ്തിട്ട് അതിന്റെ വെള്ളം എല്ലാം ഒന്ന് കളഞ്ഞിട്ട് ജാറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ പൊടിച്ചെടുത്തതിന്റെ കൂടെ തന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ അല്ലികളാണ്. വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ വെളുത്തുള്ളി നന്നായിട്ട് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇതുപോലെയാണ് വേണ്ടത്. ഇപ്പോൾ കുക്കറിന്റെ പ്രഷർ എല്ലാം പോയിട്ടുണ്ട്. കുക്കർ തുറക്കുകയാണ്. മുതിര നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. 7-8 വിസിലൊക്കെ വരുത്തിയപ്പോഴാണ് മുതിര വെന്ത് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ കുക്കർ തുറന്നിട്ട് നോക്കുക മുതിര വെന്തിട്ടുണ്ടോ എന്നില്ലെങ്കിൽ ഒന്നുകൂടെ വിസിൽ വരുത്തിയിട്ട് മുതിര വേവിച്ചെടുക്കുക. ഇപ്പോൾ വേവിച്ചെടുത്ത ഈ മുതിര ഉണ്ടല്ലോ, അതിലുള്ള വെള്ളം നമ്മളൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് മുതിര മാറ്റി വയ്ക്കാം. മുതിര വേവിച്ചെടുത്ത ഈ വെള്ളം ചേർത്തിട്ട് രസം തയ്യാറാക്കിയെടുക്കാം. വെള്ളം സ്ട്രെയിൻ ചെയ്തെടുത്ത ശേഷം ഈ മുതിര വെച്ചിട്ടാണ് നമ്മൾ അടുത്ത റെസിപ്പി തയ്യാറാക്കിയെടുക്കുന്നത്. രസം തയ്യാറാക്കിയെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ 1/4 ടീസ്പൂണിന്റെ പകുതി ഉലുവ ചേർത്ത് കൊടുക്കുകയാണ്. ഉലുവ മൂത്ത് വരുമ്പോൾ ഇനി ചേർക്കേണ്ടത് വറ്റൽമുളകാണ്. 4 വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1-2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം മൂത്ത് വരുമ്പോൾ ഇനി ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച പൊടിയുണ്ടല്ലോ, കുരുമുളകും ജീരകവും വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ട് പൊടിച്ചു വെച്ച ആ പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ പൊടി എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് മൂത്ത് വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം 1 മിനിറ്റൊക്കെ ഇളക്കി കൊടുത്താൽ മതിയാവും. തീ കുറച്ചിട്ടിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട്. പൊടി കരിഞ്ഞു പോകരുത്. ഇപ്പൊ നമ്മളിത് ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴേക്കും ആ ചൂട് കൊണ്ട് മഞ്ഞൾപ്പൊടി പെട്ടെന്ന് തന്നെ മൂത്ത് വരും. ഇനി ചേർക്കേണ്ടത് തക്കാളിയാണ്. ഞാനിവിടെ ഒരു വലിയ തക്കാളി ഇതുപോലെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നിങ്ങളുടെ കയ്യിലുള്ളത് ചെറിയ തക്കാളി ആണെങ്കിൽ 2 തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഈ തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഞാനിവിടെ മൂടി വെച്ചിട്ടില്ല. നന്നായിട്ട് പഴുത്ത തക്കാളി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്തിട്ട് ഉടഞ്ഞു കിട്ടും. ഇപ്പൊ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ തവി വെച്ചിട്ട് തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ചേർക്കേണ്ടത് പുളിവെള്ളമാണ്. നമ്മൾ നേരത്തെ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള വാളൻപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പുളി പിഴിഞ്ഞെടുത്തിട്ട് ആ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ നമ്മൾ നേരത്തെ മുതിര വേവിച്ചിട്ട് സ്ട്രെയിൻ ചെയ്ത് എടുത്തു വെച്ച വെള്ളം ഉണ്ടല്ലോ, മുതിര വേവിച്ച വെള്ളം, ആ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് രസത്തിന് എത്ര തിക്നെസ് ആണോ വേണ്ടത് അതനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം.
നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. വെള്ളം കുറച്ച് കുറവാണെന്ന് തോന്നിയതുകൊണ്ട് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ചേർത്ത് കൊടുത്തത് ചൂടുവെള്ളമാണ്. ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ്. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ രസം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലോട്ട് 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മുതിര ചേർത്തിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള മുതിര രസം തയ്യാറായിട്ടുണ്ട്. നമ്മുടെ ഈ രസം ഇപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് ഉള്ളത്. അപ്പം നിങ്ങൾക്ക് രസത്തിന് എത്ര തിക്നെസ് വേണോ അതനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ മുതിര രസം എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. നമുക്ക് അടുത്ത റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മുതിര വേവിച്ച വെള്ളം മാത്രം എടുത്തിട്ടാണ് നമ്മൾ മുതിര രസം തയ്യാറാക്കി എടുത്തത്. ഇനി നമ്മൾ വേവിച്ചെടുത്ത മുതിര ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് മുതിര തോരൻ തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചേർക്കേണ്ടത് വറ്റൽമുളകാണ്. 2 വറ്റൽമുളക് രണ്ടായിട്ട് മുറിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1-2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കേണ്ടത് വെളുത്തുള്ളിയാണ്. 3-4 ചെറിയ വെളുത്തുള്ളി അല്ലികൾ എടുത്തിട്ടുണ്ട്. ഇതുപോലെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ 10 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ചേർക്കേണ്ടത് ഉപ്പാണ്. നമ്മൾ മുതിര വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല. ഇപ്പോൾ ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചെറിയുള്ളി വെളുത്തുള്ളി എല്ലാം ഒന്ന് മൂത്ത് വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് വാടി വന്നാൽ മതിയാവും. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത വെളുത്തുള്ളിയും ചെറിയുള്ളിയും എല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി ചേർക്കേണ്ടത് പച്ചമുളകാണ്. ഒരു പച്ചമുളക് രണ്ടായിട്ട് മുറിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് ഒന്ന് വാടി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പച്ചമുളകും വാടി വന്നിട്ടുണ്ട്. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് മുളക് പൊടിയാണ്. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടികൾ പെട്ടെന്ന് തന്നെ മൂത്ത് വരും. നല്ല ചൂടാണല്ലോ, അപ്പോൾ ആ ചൂടിൽ കിടന്നിട്ട് പെട്ടെന്ന് തന്നെ മൂത്ത് വരും. പൊടികൾ മൂത്ത് വരുമ്പോൾ തേങ്ങ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് 1 മിനിറ്റൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങ ഇങ്ങനെ എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുമ്പോൾ നമ്മുടെ തോരന് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ തേങ്ങ ചേർത്ത് ഇളക്കാൻ തുടങ്ങിയിട്ട് 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച മുതിര ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുകയാണ്. ഈ മുതിര വേവിച്ച് വെള്ളം എടുത്തിട്ടാണ് നമ്മൾ രസം തയ്യാറാക്കിയത്. നമ്മൾ ആ വെള്ളം മാറ്റിയിട്ട് ആ മുതിര എടുത്തിട്ട് ഇപ്പോൾ തോരൻ തയ്യാറാക്കി എടുക്കുകയാണ്. മുതിര ചേർത്ത് കൊടുത്തിട്ട് മുതിരയും നമ്മൾ ചേർത്ത് കൊടുത്ത തേങ്ങയും എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, മുതിര തോരൻ റെഡി ആയിട്ടുണ്ട്. 1 കപ്പ് മുതിര എടുത്തിട്ട് ആ മുതിര വേവിച്ച വെള്ളം വെച്ചിട്ട് നമ്മൾ മുതിര രസം തയ്യാറാക്കിയെടുത്തു. ബാക്കിയുള്ള ആ മുതിര വെച്ചിട്ട് തോരനും തയ്യാറാക്കിയെടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. 2 റെസിപ്പീസും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്